മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് നമ്മളെ ഏത് രീതിയിൽ തെറ്റിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ചിന്തകളാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്വിസ്റ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തെ തിരിച്ച് കൊട്ടിക്കളയുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സംശയം ജനിപ്പിക്കുന്നു. പിശാച് നമ്മൾ സോയിങ് ഡൗട്ട്, നമ്മൾ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. സാത്താൻ എപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞാണ്, സാത്താൻ ബുദ്ധിമാനാണ്, അവൻ്റെ ബുദ്ധിക്ക് യാതൊരു കുറവുമില്ല. അപ്പോഴവന് എപ്പോഴും ക്ലെയിം ചെയ്യുന്നത്, എനിക്ക് ദൈവം വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം, ദൈവത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതുപോലെ ദൈവം പല കാര്യങ്ങളും രഹസ്യമായി വെച്ചിരിക്കുന്നത് എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിന്, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച്, ഗുഡ്നെസ്സിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക. ദൈവം മുഴുവനും വെളിപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്നു. സാം സ്റ്റോം എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നതാണ്. എപ്പോഴും അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. പ്രധാനമായിട്ട് ദൈവം നമ്മളോട് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണല്ലോ. അതിന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് ഡൗട്ട് കൊണ്ടുവരുന്നു. കർത്താവിനെ സാത്താൻ മരുഭൂമിയിൽ പരീക്ഷിച്ച സമയത്തെല്ലാം തന്നെ കർത്താവ് സാത്താനെ തോൽപ്പിച്ചത് ദൈവവചനത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പിശാച് അവയോട് ചോദിച്ചതും അങ്ങനെയാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദൈവം യഥാർത്ഥമായിട്ടത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞൊരു സംശയത്തിൻ്റെ ക്വസ്റ്റ്യൻ. എല്ലാ മനോഹരങ്ങളെ ഫലങ്ങളും ഇട്ടിട്ട് ഇത് മാത്രം തിന്നരുതെന്ന് പറയുമോ ദൈവം? ശരിക്കും കൺഫ്യൂസ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ചോദിക്കുന്നത്. വിലക്കപ്പെട്ടത് അന്നത്തെ അനുവദനീയമായതിനേക്കാൾ വിശേഷണമുള്ളതെന്ന് പറയുക, ഇത് സാത്താൻ്റെ ഒരു പ്രത്യേക നേച്ചറാണ്. നമ്മളിലൊരു സംശയം കൊണ്ടിടുക, ദൈവത്തിൻ്റെ ക്യാരക്ടറെക്കുറിച്ച് സംശയം കൊണ്ടിടുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നല്ല കാര്യങ്ങളെ ദൈവം പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവം എന്നുള്ളൊരു ചിന്ത ഹവ്വായിൽ കൊണ്ടിടുക. നിൻ്റെ അറിവും നിൻ്റെ പരിജ്ഞാനവും ദൈവത്തിലെ പോലെ ആകാൻ പറ്റുന്ന കാര്യവും എല്ലാം ദൈവം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഹീ ഈസ് ലിമിറ്റിംഗ് യുവർ പൊട്ടൻഷ്യൽ. നിൻ്റെ പൊട്ടൻഷ്യൽ ദൈവം മറച്ചു വച്ചിരിക്കുന്നു. നല്ല കാര്യങ്ങൾ നിൻ്റെ കയ്യിൽ എത്താതിരിക്കാൻ ദൈവം അത് മാറ്റി വച്ചിരിക്കുന്നു. എന്നിട്ട് സാത്താൻ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, വഴികൾ അറിയാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. ദൈവം കള്ളം പറയുകയാണ്. നിങ്ങൾ ഈ പഴം തിന്നാൽ മരിക്കുമെന്ന് നിങ്ങൾ പറയുന്നില്ലേ, എന്നാൽ അങ്ങനെ നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇവിടെ അനുസരണം എന്നുള്ള പിക്ചർ അല്ല ഇവിടെ വന്നു കയറുന്നത്. ദൈവത്തെ അനുസരിക്കണം എന്നുള്ളൊരു പിക്ചർ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ലൈഫ് ഗോളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയി തീരും എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ തെറാപ്റ്റിക് ഗോസ്പലിൽ പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും ഇത് ചെന്നാൽ എന്നുള്ളതാണ്. അനുസരണത്തെക്കാളും വലുതായിട്ട് ലൈഫിൻ്റെ ഒബ്ജക്റ്റീവ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഗോഡ്സിൻ്റെ, ദൈവത്തിൻ്റെ ക്യാരക്ടറിലെ ഡൗട്ട് കൊണ്ടുവരുന്നു. അതുപോലെ സോയിങ് ഡൗട്ട് അബൌട്ട് ഗോഡ്സ് അതോറിറ്റി, ദൈവത്തിൻ്റെ അതോറിറ്റി, അധികാരം, അതിന് സംശയം കൊണ്ടുവരുന്നു. യു വിൽ നോട്ട് ഡൈ, നീ മരിക്കുകയില്ല. നിൻ്റെ കണ്ണ് തുറന്ന് നീ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിവും പരിജ്ഞാനവും വരും. ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അവിടെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്നുള്ള പുതിയൊരു പെർസ്പെക്റ്റീവ്. ഇപ്പോഴും അതുപോലെയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട്, ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ദൈവം ഒന്നും പറയുകയില്ല, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് സാത്താന് ഇപ്പോഴും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു,
ഇപ്പം തന്നെ അനീതി ചെയ്യുന്നവർ ജീവിക്കുന്നില്ലേ? അവരൊരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭയമില്ലാത്തതിനാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തെന്ന് മനസ്സിലാക്കാതെ ഇഷ്ടംപോലെ ജീവിക്കുന്ന ആളുകൾ ഇന്നും ലോകത്തിലുണ്ട്. അതിൻ്റെ കാരണം ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, അവർക്ക് ന്യായവിധി ഉണ്ട് എന്നവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ അതോറിറ്റി, അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ജീവിതം. അടുത്തതെന്ന് പറഞ്ഞാൽ സോയിങ് ഡൗട്ട് അബൌട്ട് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഡൗട്ട് വിതയ്ക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളിൽ കൂടി സാത്താൻ സംശയങ്ങളെ വിതയ്ക്കുകയാണ്. സാത്താൻ പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രീതിയിലായാലും നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കണം. അതാണ് നിങ്ങൾക്ക് സുഖവും സന്തോഷവും തരുന്നത്. ഷോർട്ട് കട്ടുകളുണ്ട്, അത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ബുദ്ധിയും ശക്തിയും ഒന്നും ആവശ്യമില്ല. അതിനാൽ നിങ്ങളുടെ പദ്ധതികളാണ് വലുത്. അത് അവസാനം വരെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാണ് സാത്താൻ പഠിപ്പിക്കുന്നത്. ദൈവം കാരണം നിങ്ങളുടെ ലൈഫ് കോച്ചായിട്ട് സാത്താൻ വരികയാണ്. എന്താണ് അവസാനം? നിങ്ങളത് ഫോളോ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളെ കുഴിയിൽ പോയി ചാടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയും നിങ്ങളുടെ ജീവിതങ്ങളിലെ ത്രോട്ട് ചെയ്യാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് സാത്താനെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലും പിശാച് ഡൗട്ട് വിതച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് വെള്ളത്തിൽ കൂടി നടക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നത് നമുക്ക് അറിയാം. അത് എല്ലാവർക്കും വേണ്ടി ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അതിന് പത്രോസ്, കർത്താവെ, നീ ആവുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞ് പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ച്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴിവിടെ കാണുന്നത് യേശു പത്രോസിനോട് നീ എന്തിനാണ് സംശയിച്ചതെന്ന് ചോദിക്കും. ആദ്യം പത്രോസ് പോയത് യേശുവിനെ വിശ്വസിച്ച് പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. വെള്ളത്തിന്മേൽ നടന്ന പത്രോസ്, നടന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യം കാല് വെച്ചപ്പോൾ മുങ്ങിത്താണു എന്നല്ല എഴുതിയിരുന്നത്, അതിലേക്കൂടെ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത് അവൻ സാഹചര്യങ്ങൾ കണ്ട് പേടിച്ചിട്ട് നോക്കിയിട്ട് സാഹചര്യങ്ങളിലേക്ക് നോക്കി അവൻ പേടിച്ച് മുങ്ങിത്താഴുന്ന ഒരു അനുഭവത്തിൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപ്പോഴേ യേശു അവനെ കൈപിടിച്ച് രക്ഷിക്കുകയും അല്പവിശ്വാസിയെ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്തിനു സംശയിച്ചു എന്ന് ചോദിച്ചു. ഈ സംശയത്തെ കൊണ്ടുവരുവാനാണ് ഈ പറയുന്നത്. എന്നാൽ യേശു അവൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും യേശു അവനെ കയ്യിലെടുത്ത്, അവനെ കുഞ്ഞിനെ പോലെ കയ്യിലെടുത്ത് പടകിൽ കയറി എന്നല്ല പറയുന്നത്. യേശു അവനെ പിടിച്ചതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ നടന്ന പടയിൽ തിരിച്ചു കയറിയത്. അങ്ങോട്ട് പോയപ്പോഴും നടന്നു, തിരിച്ചു വന്നപ്പോഴും നടന്നു. അങ്ങോട്ട് പോയപ്പോൾ യേശു ഇല്ലായിരുന്നു, യേശു ദൂരെ നിൽക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൽ തന്നെ ദൃഷ്ടി വെച്ച് അവൻ വിശ്വാസത്തോടെ ഇറങ്ങിയപ്പോൾ അവന് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പറ്റി. എന്നാൽ സാഹചര്യങ്ങൾ വന്നപ്പോൾ വിശ്വാസത്തിന് ക്ഷീണം തട്ടിയപ്പോൾ അവൻ മുങ്ങിത്താണുപോയി. തിരിച്ച് യേശു വീണ്ടും അവൻ്റെ കൈ പിടിച്ചപ്പോൾ അവന് ആ വിശ്വാസം വന്നപ്പോഴും അവന് നടക്കാൻ പറ്റി. ഇതാണ് ഒരു സിമ്പിൾ കാര്യം. എന്നാൽ ഡൗട്ടുകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വേവ് ചെയ്ത് ഇല്ലാതെയായി പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ഡൗട്ട്സ് ഇത് കൊണ്ടുവരുന്ന, ഈ സംശയം കൊണ്ടുവരുന്നത് പിശാചാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന അവൻ സാഹചര്യങ്ങളെ കണ്ട് അവൻ സംശയിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് പല വിശ്വാസികൾക്കും ഡൗട്ടുണ്ട്. അബ്രഹാമിന് 99 വയസ്സായി. സാറ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞു. സാറ ചിരിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആദ്യം അബ്രഹാം ചിരിച്ചു. ഉൽപ്പത്തി 17:17 അബ്രഹാം ചിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ എന്താ വെച്ചാൽ ശാസ്ത്രത്തിന് വിപരീതമായി ദൈവം പ്രവർത്തിക്കുകയാണ്.
ഉൽപ്പത്തി പുസ്തകം 18:10 മുതൽ 15 വരെ സാറ കടകട ചിരിച്ചു ഇത് കേട്ടിട്ട്. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇന്ന് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. ഇത് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ അവിശ്വാസം കൊണ്ടുവരുന്ന ആരാണ്? പിശാചാണ് കൊണ്ടുവരുന്നത്. നിത്യജീവനെക്കുറിച്ച് ഇതുപോലെ പറയുന്നത്, വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. സിമ്പിൾ ബിലീഫ്. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മൾ കർത്താവിനെ പോലെ പുതിയ ശരീരത്തിൽ അവനോടൊപ്പം കാണും. അവിടെ പെയിൻ ഇല്ല, സിക്നസ് ഇല്ല, ഡിസീസ് ഇല്ല, ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഇല്ല. ഇതെല്ലാം റോൾഡ് അവേ, ഇതെല്ലാം പോയി. ദൈവം പ്രോമിസ് തന്നിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? പിശാച് ആ വിശ്വാസം, ആ ഫെയ്ത്തിനകത്ത് ഡൗട്ട് കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തെറ്റിപ്പോവും. പത്രോസ് തെറ്റിപ്പോയില്ലേ? അബ്രഹാം ചിരിച്ചില്ലേ? സാറ ചിരിച്ചില്ലേ? എല്ലാവരും തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏലിയാവിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഏലിയാവ് കർമ്മേലിൽ വെച്ച് ചെയ്ത് വലിയ അത്ഭുതം ചെയ്തു. ആകാശത്ത് തീ ഇറക്കി. എന്നിട്ട് എന്താ പറ്റി? ഇസബേലിനെ കണ്ടപ്പം പേടിച്ചോടുക അല്ലേ? പേടിച്ചോടി. ഇനി എനിക്ക് മരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. 3.5 വർഷം യേശുവിനോടൊപ്പമായിരുന്ന അപ്പോസ്തലനായ തോമസ് എന്തോ പറഞ്ഞത്? ഞാൻ അവൻ്റെ ആണിപ്പഴുതുകളിലെ കൈയിട്ട് അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അവിശ്വാസികൾ ഡൗട്ട് ചെയ്യുന്നത് സാധാരണമാണ്, അവർക്കറിയത്തില്ല. എന്നാൽ വിശ്വാസികൾ ഡൗട്ട് ചെയ്താലോ? കർത്താവിൻ്റെ പ്രോമിസ് നമ്മൾക്കിന്ന് ഏറ്റെടുക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ ഫെയിലിയർ പലപ്പോഴും വരുന്നത്. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി തന്നിരിക്കുന്ന പ്രോമിസുകൾ നമ്മൾക്ക് ഏറ്റെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഞരങ്ങി മൂളി നമ്മുടെ വിശ്വാസത്തിന് ത്യാഗം വന്നിരിക്കുന്നത്. ഡൗട്ട് ഈസ് ദ ലാക്ക് ഓഫ് ട്രസ്റ്റ് ഓർ കോൺഫിഡൻസ് ഇൻ ഗോഡ് ഓർ ഇൻ ഹിസ് വേർഡ്. അവൻ്റെ വചനത്തിലുള്ള ട്രസ്റ്റ്, അവൻ്റെ വാക്കുകളിലുള്ള ട്രസ്റ്റ്, അതിന്ന് നമുക്ക് കുറവായി വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ട്രസ്റ്റ് ഇന്ന് എന്തുവാണ്? മറ്റു പലതിലുമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മറ്റു പലതിലും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവൻ ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടലത്തിലേക്ക് സമം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നും വല്ല ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാവും. ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഡൗട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കർത്താവിൻ്റെ പ്രോമിസിലെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടേതായിട്ട് ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ അറിയാതെ വളരുകയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വിശ്വാസത്തോടെ യാചിക്കുകയാണ്. അത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് ഏറ്റെടുക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആ സ്വഭാവം വളരുകയാണ്. സ്വഭാവം വളരുമ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മൾ അസ്ഥിരരാവാതെ സ്ഥിരതയായിട്ട് അപ്പോഴേ നമ്മൾ യാചിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ലീഡേഴ്സും ഒക്കെ ഡൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലീഡേഴ്സിൻ്റെയൊക്കെ ഫെയ്ത്ത് വേവറായിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ഫാദർ സക്കറിയ, ഗബ്രിയേലുമായിട്ടുള്ള എൻകൗണ്ടർ നിങ്ങൾക്കറിയാം. ധൂപം കാട്ടാനായിട്ട് പോയപ്പം ഗബ്രിയേൽ അവിടെ നിൽക്കുന്നു. നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായിക്കും ഉണ്ടായതുപോലെ അവനറിയാമായിരുന്നു. അബ്രഹാമിനെ സാറായിക്കും പറഞ്ഞപ്പോൾ അബ്രഹാം ജനിച്ച കാര്യവും സാറ ജനിച്ച കാര്യമൊക്കെ അറിയാമായിരുന്നു. ഇതൊക്കെ നേരത്തെ ഹിസ്റ്ററിയിൽ അറിയാവുന്നതാണ്, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എന്നാൽ എന്ത് പറ്റി? സക്കറിയ അവിടെയും സംശയിക്കുകയാണ്, ചോദിക്കുകയാണ്, ഹൗ ഷാൽ ഐ നോ ദിസ്? ലൂക്കോസ് 1:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ്. എങ്ങനെ ഞാനിത് അറിയും? പിന്നെ അവൻ മിണ്ടിയിട്ടില്ല. അവന് പേര് വന്നതിന് ശേഷം, യോഹന്നാൻ എഴുതി കൊടുത്തതിന് ശേഷം അവന് മിണ്ടാൻ പറ്റി. ഡൗട്ട്സ് കോസസ് ഫെയ്ത്ത് ടു വേവ്. നിങ്ങളുടെ വിശ്വാസം തണുത്തു പോകാനായിട്ട്, ജീർണിച്ചു പോകാനായിട്ട് സംശയങ്ങൾ ഇടവരുന്നു.
കർത്താവിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞിട്ട് പോലും സംശയിക്കരുത്. അങ്ങനെയുള്ളവരെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുകയില്ല. അവർ എപ്പോഴും വിശ്വാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിശാച് നമ്മൾ പ്രതീക്ഷിക്കാതാണ് അറ്റാക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ഡൗട്ടുകൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന 10-13 വാക്യങ്ങളിൽ നമ്മൾ ഇതിനെ അതിജീവിക്കാനായിട്ട് ആയുധങ്ങൾ ധരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഇത്തിരി ആയുധങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒന്ന് പ്രധാനമായിട്ടും നമ്മളെ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം എന്ന പരിച, അത് നമ്മൾ മുറുകെ പിടിക്കണം. ഏതൊക്കെ സാഹചര്യങ്ങൾ കൂടി കടന്നു പോയാലും ശരി, നമ്മുടെ ജീവിതങ്ങളിൽ ഏതൊക്കെ ഡൗട്ടുകൾ വന്നാലും ശരി, വിശ്വാസം എന്ന പരിച നമ്മൾ എടുക്കണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്തിൽ ബേസായിരിക്കണം? ദാറ്റ് ഈസ് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. നമ്മൾ പഠിച്ച ദൈവവചനത്തിൻ്റെ ആ അടിസ്ഥാനത്തിനായിട്ട്, ആ ട്രൂത്തിലെ ആ ഫോൾസ് ഡോക്ട്രിൻസ് അല്ല, ആ ഫോൾസ് അക്വിസിഷനൊന്നും അല്ല, ദൈവത്തിൻ്റെ സ്വഭാവം, ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ആ ട്രൂത്തിനകത്ത് ഇൻബിൽറ്റ് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം, അത് നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. ദൈവം നമ്മളെക്കുറിച്ചൊരു പ്ലാനും പർപ്പസും ഒക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്ലാനും പർപ്പസ് അനാദിയായി ശാശ്വതമായി ഉണ്ട്. അതൊരിക്കലും മാറുന്ന ഒന്നുമല്ല. ആ ദൈവം അന്നേ നമുക്ക് ഒരുക്കിയിരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ബൈബിൾ നോട്ട് കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്, ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിളിലെ ദൈവവചനമാണ്, അതിനകത്തൊരു ഭാഗമല്ല ദൈവവചനം. അതിന്ന് മാനവജാതിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. നമ്മുടെ എല്ലാ സംശയങ്ങളും ദൈവം നമുക്ക് മാറ്റിത്തരും. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും ദൈവം മാറ്റിത്തരും. ഒരേ ഒരു കാര്യമാണ് ദൈവം പറയുന്നത്, നീ സംശയിക്കാതെ വിശ്വസിക്കണം എന്നുള്ള ഒരേ ഒരു കാര്യം. അപ്പോഴേ പ്രധാനമായിട്ട് ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഡോണ്ട് ഡൗട്ട്, സംശയിക്കരുത്. അതാണിന്ന് പറഞ്ഞത്. എന്തിൽ സംശയിക്കരുത്? ദൈവവചനത്തിൽ സംശയിക്കരുത്. ദൈവം പ്രോമിസ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോമിസ് 99% 100% അത് വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ നിരാശയിൽ നമുക്ക് പ്രത്യാശ തരുന്നതാണ്. നമ്മൾ ഡൗട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫെയ്ത്ത് കുറഞ്ഞ് ഡിമിനിഷ് ചെയ്തു പോകും. അത് വേവറായി പോകും. പിശാച് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രോമിസ് എടുക്കരുത്, ദൈവത്തിൻ്റെ ക്യാരക്ടർ നിങ്ങൾ വരരുത്, നിങ്ങൾ എറ്റേണൽ വഴികളിൽ നിങ്ങൾ ആകരുത്, ആ നിത്യത നിങ്ങൾ ഒരിക്കലും ആയിത്തീരരുത് എന്ന് പിശാച് ആഗ്രഹിച്ച് ആ ഇരുട്ട് കാലങ്ങളെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ പിശാച് ചിന്തിക്കുന്നു. അതിന് വിപരീതമായി നമ്മൾ അതിന് ഒഴുക്കിനെതിരായിട്ട് ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും പത്രോസ് പറഞ്ഞതുപോലെ വെള്ളത്തിൽ കൂടി നടക്കും എന്നുള്ള തീരുമാനത്തിൽ നടക്കുവാനായിട്ട്, ദൈവവചനം ഒരു ഓൾട്ടർനേറ്റ് വേ അല്ല, ദൈവവചനം അത് ഓൺലി വേ എന്നുള്ള മനസ്സിലാക്കുവാൻ. ഒരു ഓൾട്ടർനേറ്റ് വേ അല്ല. എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളുണ്ട്, അതിനോട് ഇതുകൂടെ ചേർന്ന് പോകുക എന്നുള്ളതല്ല. ദാറ്റ് ഈസ് ദ ഓൺലി വേ എന്നുള്ള ട്രസ്റ്റ് നമ്മളതിൽ വരുമ്പോഴേ നമ്മൾ വിശ്വാസത്തിൽ സംശയിക്കാതെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സീരിയസ് ആയിത്തീരും. ഇന്ന് നമ്മുടെ കാഷ്വൽ അപ്രോച്ച് ടുവേഴ്സ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിനോടുള്ള കാഷ്വൽ അപ്രോച്ച് നമ്മുടെ ജീവിതങ്ങൾ എന്ന് മാറുന്നു, അന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കുമെന്ന് ഒരു മടിയും കൂടാതെ, ഒരു സംശയം കൂടാതെ ഈ സമയത്ത് ഞാൻ പറയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്തി സമർപ്പിക്കാം. ഞാൻ ദൈവവചനത്തെ ഡൗട്ട് ചെയ്യാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഈ വിശ്വാസത്തിൽ അവൻ്റെ പ്രോമിസുകൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ജീവിക്കും എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരിക്കലും സംശയിക്കാതിരിപ്പാൻ കർത്താവേ, നീ ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ. എവിടെയെങ്കിലുമൊക്കെ കർത്താവെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ശുദ്ധി ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ബലപ്പെടുത്തുന്നതാണ്. ദൈവത്തിന് ഞങ്ങൾക്ക് ധൈര്യം തരുന്നതാണ്.
അതിനാൽ കർത്താവെ, ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു കാഷ്വൽ അപ്രോച്ച് അല്ല കർത്താവെ, അതൊരു സീരിയസ് ആയിട്ടൊരു അപ്രോച്ച് എടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത് പ്രകാരം ജീവിപ്പാനായിട്ട്, അനുസരിച്ച് ജീവിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ ആ നിത്യതയിലേക്കുള്ള പ്രവേശനം ഇതുവരെയും സാധ്യമാകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വഴിയിൽ ജീവിപ്പാനായി ഇന്ന് തീരുമാനമെടുക്കുവാൻ കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള പ്രയാസങ്ങളിലെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ഏതൊക്കെ അസുഖങ്ങളാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല കർത്താവെ. നിങ്ങളുടെ ഏതെങ്കിലും അവയവങ്ങളിലെ കേടുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കി അവിടെ വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ നേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ദൈവം വലിയ വിടുതലുകൾ നിങ്ങൾക്ക് അയക്കും, സൗഖ്യമയക്കും. സൗഖ്യദായകനായിട്ടുള്ള ക്രിസ്തു, അവൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടില്ലേ? വിശ്വാസത്തോടെ 100% വിശ്വാസത്തോടെ നിങ്ങളൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കാലിന് വേദനയിലെ പ്രയാസങ്ങളിലിരിക്കുന്നവരെ, ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് നീരൊക്കെ വന്ന് കാലിലിരിക്കുന്നവരെ, അതുപോലെ കിഡ്നിയുടെ പ്രയാസങ്ങളിലെ കാലിന് നീര് വന്നിരിക്കുന്നവർ, ഇവരെയൊക്കെ ദൈവം കാണിച്ചു തരുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ കർത്താവ്, എന്തൊക്കെ ഡാമേജായോ അതൊക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനായിട്ട്, അതൊക്കെ വീണ്ടും പുനഃസ്ഥാപിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ മേൽ വർഷിക്കണമേ. വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് ഇത് നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നതാണല്ലോ. ഇതാദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ പ്രയർ റിക്വസ്റ്റൊക്കെ വെള്ളിയാഴ്ചയോടുള്ള ഫാസ്റ്റിംഗ് പ്രയറിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.